ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു 2 ദിവസമായി എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണിത്. ഇതവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടോ ഒന്നുമല്ല. നമ്മൾ ടിക്ടോക്കുള്ള കാലത്ത് എനിക്ക് സുഹൃത്തുണ്ടായിരുന്നു, ആശ എന്നാണ് പേര്. ടിക്ടോക്കുള്ള സമയത്ത് നമ്മൾ പരിചയപ്പെട്ടു. എത്ര വർഷമായി ടിക്ടോക്ക് വരെ നിരോധിച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മളിടയ്ക്ക് ഇങ്ങനെ കോൺടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് ഫോൺ വിളിക്കും. ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോയ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം നേരിട്ട്, ഞാൻ ട്രിവാൻഡ്രത്തിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യമായിട്ട് പോയ സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതിലിപ്പം എന്താണ് അതായത് ഒരു പാട്ടാണ് നമ്മുടെ ഇഷ്യൂസ് ഉണ്ടാക്കിയത്. അപ്പം അത് ഞാൻ പറഞ്ഞതിന് ഇനിയിപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റം. ഞാനൊരു 2 വരി പാട്ടേ പാടിയിട്ടുള്ളൂ. പക്ഷേ എന്നെ ചീത്തയും പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി. ഞാൻ പാടിയ പാട്ടിന് എന്താണ് മിസ്റ്റേക്ക് എന്ത് തെറ്റെന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഞായറാഴ്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു 1.5 ബീറോ അല്ലെങ്കിൽ ഒരു 1.5 പെഗ് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ അടിക്കുമല്ലോ. അപ്പോൾ ഈ സമയത്താണ് ഇവളെന്നെ വിളിക്കുന്നത്. രാത്രി ഒരു 9:30 ആയി കാണും. അങ്ങനെ വിളിച്ചിട്ട് എന്താണ് മഹേഷേട്ടാ സുഖമല്ലേ ചോദിച്ചപ്പോൾ ഞാൻ സുഖമാണ്. അപ്പോൾ എനിക്ക് അവളുടെ സംസാരം എന്ന് കേട്ടപ്പം എനിക്ക് തോന്നി എന്തൊരു മൂഡ് ഓഫാണ് എന്ന് തോന്നി. അപ്പോൾ എന്താണ് ഒരു മൂഡ് ഓഫ് എന്ന് അങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്താണ് മൂഡ് ഓഫ് എന്ന് ചോദിച്ചാൽ ഇല്ല മഹേഷേട്ടാ എന്തോ ചെറിയ ടെൻഷനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു പാട്ട് പാടിത്തരുമോ ചോദിച്ചു. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. ഞാൻ പാടുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. ഞാൻ അവൾക്ക് ഒരു 2 വരി പാട്ട് പാടിക്കൊടുത്തു. മൈലാഞ്ചി ചോപ്പുള്ള കയ്യാൽ ഞാൻ മാറത്ത് താളം പിടിച്ചോട്ടെ, ഈ 2 വരി പാട്ട് പാടിയതും അവൾ വെച്ചിട്ട് പോണ നായിൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഈ പാട്ട് ഞാൻ പാടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കേട്ടാലും മതി. ആ പാട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മിസ്റ്റേക്കെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് എല്ലാം ബ്ലോക്കാക്കി, ഇൻസ്റ്റാ വാട്സപ്പ്. ഞാൻ എന്ത് മോശമായിട്ടാണ് ഈ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ 2 വരി പാട്ട് മൈലാഞ്ചി ചോപ്പുള്ള കിട്ടില്ല, എനിക്ക് 2ാമത് കിട്ടില്ല കേട്ടോ. സംഗീതം നമുക്ക് അത്ര പഠിച്ചിട്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാനൊന്നും മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും നമുക്ക് നേരെ മനസ്സിലാവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ടിൽ 2 വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പറയണം. ഏതെങ്കിലും കാലത്ത് ഞാൻ മരിച്ചു പോയാലും യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയോ അന്ന് ആ പാവം വെള്ളം അടിച്ച് തരുപ്പിൻ്റെ പുറത്ത് പാട്ട് പാടിയതാണ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ഓക്കെ, ബായ്.